ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടോ. ഷോപ്പിംഗ് മാത്രമല്ല, നമുക്ക് മോനെ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ബുക്കും യൂണിഫോം ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. 12:13 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് വെറുതെ എങ്കിലും പോയ പോലെ ആവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ 10 to 12:13 ആയിരുന്നു നമുക്ക് ടൈം തന്നിട്ടുണ്ടായത്. കുട്ടികളുടെ ബുക്കും യൂണിഫോമും കളക്ട് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർ ആദ്യം മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ പോയപ്പോൾ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്ന് അവർ 4 o'clock വരെ എന്തോ അത് നീട്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എത്രയാളെ മുമ്പ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കും എന്തോ പോലെ ആയിരിക്കും, എനിക്കും എന്തോ പോലെ ആയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഫുള്ള് മഴയായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. മൺഡേ ആയിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ നേരെ ആ ബുക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്കാട്ടോ പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. കാരണം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാത്തതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഫുഡ് ഇപ്പോൾ കഴിക്കലില്ല. അങ്ങനെ എന്താ വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊരു പേടിച്ചിട്ട് എന്തോ ആൾ പുറത്തുനിന്ന് അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് പോയത്. അടുത്ത ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കണം. ഈ പെരുന്നാളല്ല, അപ്പോൾ ഡ്രസ്സ് എടുക്കണം. പിന്നെ മോനിക്ക് ലഞ്ച് ബോക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇനി ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. പെരുന്നാൾക്ക് ഇവർക്കൊക്കെ ഡ്രസ്സ് കിട്ടി. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി മേടിക്കണം, നോക്കാം. അങ്ങനെ നമ്മൾ ബാഗ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് അവിടുന്ന് ലഞ്ച് ബാഗ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ബാഗ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വന്നിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് ടൗൺ മൊത്തം തിരക്കായിരുന്നു. കാരണം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈദിൻ്റെ ഷോപ്പിംഗ് എല്ലാമായിട്ട് ഷോപ്പ് മൊത്തം തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയ ഒരു ഷോപ്പിൻ്റെയും ഞാൻ വീഡിയോസ് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കൂട്ടത്തിൽ നിന്ന് ഫോൺ എടുക്കുന്ന എൻ്റെ അച്ഛനൊട്ടും ഇഷ്ടമല്ല. അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി നിങ്ങൾക്ക് നമ്മൾ മേടിച്ച സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ കേട്ടോ നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളൊന്ന് അൺബോക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഇതേപോലെ 2 ജോഡി യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെനസ്ഡേ ഒരു യൂണിഫോം ഉണ്ട്, അത് കിട്ടിയിട്ടില്ല. അത് പെൻഡിങ്ങിലാണ്. നമുക്ക് സ്കൂൾ തുടങ്ങുമ്പോൾ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പേര് യൂണിഫോം ഉണ്ടായിരുന്നു. ഇത് സ്കൂളിൽ നിന്ന് തന്നെ അവരെ മെഷർമെൻറ്റ് എടുത്തിട്ട് അവരെന്നെ തയ്ച്ചിരുന്നത് കേട്ടോ. നമ്മൾ മേടിക്കുന്നൊന്നുമല്ല, അത് സ്കൂളിൽ നിന്ന് തന്നെ അവരുടെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് അവരിങ്ങോട്ട് തരുന്നത് തന്നെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റോള് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടുള്ള റോള്. പിന്നെ ടൈ ഉണ്ടായിരുന്നു. ടൈ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ക്യാഷിനെല്ലാം നമുക്ക് തന്ന എല്ലാ പ്രോഡക്റ്റും നല്ല വേർത്തായിരുന്നു. പിന്നെ ഇത് എന്തിൻ്റെ പേര് എനിക്കറിയില്ല. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കെട്ടിക്കൊടുക്കാനുള്ള സാധനം കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇത് ബെൽറ്റാട്ടോ. ബെൽറ്റും ഞാൻ പറഞ്ഞല്ലോ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. ഫുഡ് കെട്ടി കൊടുക്കുന്നത് നമുക്ക് 2 തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 4 നോട്ട്ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കൊന്നും അറിയണ്ട, നമ്മൾ പുറത്തുനിന്ന് ഒന്നും മേടിക്കേണ്ട, എല്ലാം അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാവൻഡർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും എന്ന് പറഞ്ഞിട്ടൊരു ബുക്കും ഉണ്ടായിരുന്നു. പിന്നെ നില എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ് ബുക്ക് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ലഞ്ച് ബോക്സ് കേട്ടോ. ലഞ്ച് ബോക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾ പെട്ടെന്ന് അതിൽ അട്രാക്ഷൻ ആവാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ LKG കുട്ടികൾക്കൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ അത്യാവശ്യം യൂണിക്ക് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോകാനൊരു മടിയൊന്നും ഇല്ലാണ്ട് അവർക്ക് അവർക്ക് മേടിച്ച സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്ക് സ്കൂളിൽ പോകാനൊരു ഇൻട്രസ്റ്റൊക്കെ വരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിൻ അവർക്ക് വേണ്ടിയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ പെൻസിലിൻ്റെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ LKG ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പെൻസിൽ ഒത്തിരി ആവശ്യം വരുന്ന ഒരു സാധനമാണ്. പെൻസിലാണ് അവർ യൂസ് ചെയ്യുള്ളൂ കൂടുതൽ. പെന്നൊന്നും യൂസ് ചെയ്യുള്ളല്ലോ, പെൻസിലായൊന്നും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബോക്സ് തന്നെ എടുത്തിട്ടോ. അതാണ് നമുക്ക് ലാഭം. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ. ഈ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ കുറേ ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് എന്തായാലും സ്കൂളിലേക്കൊക്കെ വിടാനായല്ലോ. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിട്ടോ കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു വാട്ടർ ബോട്ടിൽ കാണാൻ തന്നെ. ഇത് വീഡിയോയിൽ കാണാൻ കഴിയും, ഒന്നും കൂടി നമുക്ക് നേരിട്ട് കാണാൻ നല്ലൊരു രസമാട്ടോ. നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അവർക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് ആ ഒരു വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചാൽ.
ഇതുപോലത്തെ ഒരു ജോമെട്രി ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല യൂണിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നെ ഈ ഒരു വാട്ടർ കളർ മേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് മോനിക്ക് സ്കൂളിൽ നിന്ന് ഓൾറെഡി നമുക്ക് ക്രയോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ LKGക്കൊക്കെ നമുക്ക് ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്യാൻ പാടില്ല, ക്രയോൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അവനത് കണ്ടിഷ്ടപ്പെട്ടിട്ടാട്ടോ നമ്മളത് മേടിച്ചിട്ടുണ്ടായത്. പിന്നെ ഇതേപോലെ തന്നെ സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ബോക്സ് ഞാൻ ഇതെല്ലാം മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ആ ഷോപ്പിലുള്ള സ്നാക്സ് ബോക്സൊക്കെ ചെറുതാണ്. പിന്നെ ഞാൻ വിചാരിച്ച ലഞ്ച് ബോക്സ് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സാണ്. പിന്നെ എനിക്ക് സ്നാക്സ് ബോക്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് സ്പേസ് കൂടുതലുള്ള ഈ ഒരു ബോക്സിന് കേട്ടോ, ലഞ്ച് ബോക്സിന്. സ്നാക്സ് ബോക്സ് വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതേ മേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ മക്കൾക്ക് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ അതൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് മേടിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം നല്ല യുണീക്ക് പ്രോഡക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയുള്ള മെത്തേഡിലുള്ള വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ മേടിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.